നമസ്കാരം. രാജ്യത്ത് പാർലമെന്റ് ഇലക്ഷന്റെ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുതൽക്ക് തന്നെ കേരളത്തിലുള്ള മുഴുവൻ മാധ്യമങ്ങളും വലിയ തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നിരന്തരമായിട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മോദി വിരോധം അല്ലെങ്കിൽ മോദിയാണ് ഈ രാജ്യത്തിന്റെ ശത്രു എന്നുള്ള നിലയിലേക്കുള്ള പ്രസ്താവനകൾ ഓരോ മാധ്യമ ചർച്ചയിലും നിരന്തരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ പല ജേർണലിസ്റ്റുകളും നിരന്തരമായിട്ട് ഉത്തരേന്ത്യ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ പല സംസ്ഥാനങ്ങളിലും പോയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ശരി, ഇത് മാത്രമാണ് ഇനി ഉത്തരേന്ത്യയിൽ രാജ്യത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ടുകൾ നിരന്തരമായിട്ട് വിടുന്നു. ഇത് കാണുന്ന സമയത്ത് കേരളത്തിൽ മോദി വിരുദ്ധരായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ ലഡു പൊട്ടുന്നു. ഈ ലഡു പൊട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജൂൺ 4-ാം തീയതി യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. BJPക്കോ അല്ലെങ്കിൽ NDA എന്ന് പറയുന്ന BJPയുടെ മുന്നണിക്കോ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് കണ്ടു കാണാം. ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള, പ്രത്യേകിച്ച് മലയാളി കൂടിയാണ്, മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു മുതിർന്ന ജേർണലിസ്റ്റ്. അദ്ദേഹം വർഷങ്ങളായിട്ട് തന്നെ ദില്ലിയിൽ താമസിച്ചുകൊണ്ട് രാജ്യത്തിന്റെ എല്ലാ തലത്തിലുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്തുകൊണ്ട് സമസ്ത മേഖലയിലുള്ള പല വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അദ്ദേഹത്തെ ജയിലിൽ വരെ അടച്ചിരിക്കുന്ന ഒരു ചരിത്രം കൂടിയുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായി. രാജ്യത്ത് BJP അല്ലെങ്കിൽ NDA എങ്ങനെ അധികാരത്തിലെത്തും, എത്ര സീറ്റുകൾ നേടി അധികാരത്തിലെത്തും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. ആ വീഡിയോയിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, BJP 330 മുകളിലേക്കുള്ള സീറ്റുകൾ ഉറപ്പായിട്ടും നേടുമെന്നുള്ളത് യാതൊരു തർക്കമില്ല. അതോടൊപ്പം തന്നെ NDA 350 മുതൽ 400 വരെ സീറ്റുകളിലേക്ക് എത്താനുള്ള എല്ലാവിധ സാഹചര്യവുമാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളത് എന്നുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത്, ഇത് മനസ്സിലാക്കുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു വാർത്ത എന്നുള്ള നിലയിലേക്ക് രാജ്യത്തിന്റെ പൾസ് അറിഞ്ഞുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിലെ ഈ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കേരളത്തിലെ ജനങ്ങൾ എന്നും മണ്ടന്മാരാണെന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ചിന്താഗതി നിങ്ങൾ മാറ്റിവെക്കണം. ഉത്തരേന്ത്യയിൽ വന്നുകൊണ്ട് ഇവിടെയുള്ള ഏതെങ്കിലും ചില ആളുകളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിൽ അഭിപ്രായം പറഞ്ഞ് ഇതാണ് ഉത്തരേന്ത്യക്കാരുടെ അഭിപ്രായം, നരേന്ദ്രമോദി വീഴാൻ പോകുന്നു അല്ലെങ്കിൽ BJP സർക്കാർ താഴേക്ക് പോകാൻ പോകുന്നു എന്നുള്ള നിലയിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഈ രീതി നിങ്ങൾ മാറ്റണം. ഇത് മാറ്റിയില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ വളരെ മോശമായിരിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിഷയമൊക്കെയാണ് പറയുന്നത്. എന്നുവെച്ചാൽ ആരും ജനങ്ങൾ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുമെന്നോ മറ്റുള്ള ഒന്നുമില്ല, പക്ഷെ പൂർണ്ണമായിട്ടും ഇതൊരു കള്ള വാർത്തകൾ മാത്രം ഇടുന്ന മാധ്യമ സ്ഥാപനങ്ങളാണ് എന്നുള്ള രീതിയിലേക്ക് തഴയും എന്നുള്ള ഒരു കാര്യം തന്നെ. എങ്ങനെയാണോ അഴിമതി നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രാജ്യത്തെ ജനങ്ങൾ തഴഞ്ഞത്, അതുപോലെ തന്നെ കേരളത്തിലെ ഇതുപോലെയുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളെ ഇവിടുത്തെ ജനങ്ങൾ തഴയുമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. രാജ്യത്തിന്റെ പൾസ് അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്കൊപ്പമാണ്. ഏത് മേഖലയിലാണ് രാജ്യം ഉയർന്നു പോകാത്തത്, ഏത് മേഖലയിലാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ലോകം ഇന്ന് അംഗീകരിക്കാത്തത്? ലോകം മുഴുവൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെയുള്ള മാറ്റങ്ങൾ ഉണ്ടായതിനെ സംബന്ധിച്ചുള്ള ചർച്ചാ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ പല മന്ത്രിമാരും അവരുടെ പാർലമെന്റിൽ പറയുന്നു, ഇന്ത്യ ചന്ദ്രനിലേക്ക് പോകുന്നു, നമ്മൾ റോട്ടിലെ കുഴിയിലെ വെള്ളത്തിൽ വീണു മരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവന നടത്തി സ്വന്തം രാജ്യത്തെ പോലും ആ പാർലമെന്റിൽ നിന്നുകൊണ്ട് അപമാനിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുക്കുന്ന പാകിസ്ഥാനിലെ മന്ത്രിമാരെ നമ്മൾക്ക് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ പറ്റി, ഇന്ത്യയുടെ വളർച്ചയെ പറ്റി ശത്രു രാജ്യങ്ങൾക്ക് പോലും വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായമുള്ള സമയത്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള മാധ്യമ പ്രവർത്തകരാണ് നിരന്തരമായിട്ട് ഇതുപോലെയുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട്, ആർക്ക് വിടുപണിയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള സംശയം തോന്നിപ്പോകും. ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് സന്ദർശിച്ചു. ഈ സന്ദർശനത്തിൽ തന്നെ കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും എല്ലാം തന്നെ ഇതേ മാത്യു സാമുവൽ സാർ പല ഘട്ടങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഈഴവ വോട്ടുകൾ, ഈഴവർ വർഷങ്ങളായിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു പോകുന്ന ആളുകളിൽ ഉണ്ടായിരിക്കുന്ന വലിയ മാറ്റങ്ങൾ, പത്തനംതിട്ട ആയിക്കോട്ടെ, തൃശ്ശൂർ ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, ആലപ്പുഴ ആയിക്കോട്ടെ, പാലക്കാട് ആയിക്കോട്ടെ, ഇതുപോലുള്ള പല BJP വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെ ഇതിൽ
ഇതിലൊക്കെ ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കാൻ, ഈ ഈഴ വോട്ടുകൾ വിള്ളൽ ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള തർക്കമില്ല. ഇടതുപക്ഷത്തിന്റെ ബലിദാനികളാകാനും ഇടതുപക്ഷത്തിന് വേണ്ടി മറ്റു വിടുപണി ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം അവർ നിലനിർത്തിയിട്ട് എന്നും ഒരു അധപ്പതനത്തിന്റെ വക്കിലേക്ക് കൊടുത്ത ഈഴവ സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള CPM-ഉം CPI പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും തന്നെ ഇത്തവണ BJP മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളിൽ തകർന്ന് തരിപ്പണമാകുമെന്നുള്ള തർക്കമില്ല. അതെല്ലാ സ്ഥലങ്ങളിലും അത് പ്രതിപാദിക്കണമെന്നില്ല. പക്ഷേ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, BJPയുടെ നിലവിലുള്ള വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ വലിയ ഒരു മാറ്റം ഉണ്ടാകും. ആ മാറ്റത്തിന്റെ അലയടികളാണ് നമ്മൾ ജൂൺ 4-ാം തീയതി ഇവിടെ കാണാൻ പോകുന്നത്. കേരളത്തിലുള്ള നികേഷ് കുമാർ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ നിരന്തരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗുജറാത്തിൽ BJPക്ക് സീറ്റുകൾ നഷ്ടപ്പെടാൻ പോകുന്നു. ഗുജറാത്തിൽ എവിടെയാണ് BJPക്ക് സീറ്റുകൾ നഷ്ടപ്പെടാൻ പോകുന്നത്? ആർക്കാണ് ഗുജറാത്തിലെ ജനങ്ങൾ ഇനി വോട്ട് ചെയ്യേണ്ടത്? നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനല്ലാതെ. ഗുജറാത്തിനെ സമഗ്ര വികസനത്തിലേക്ക് നയിച്ച ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് നരേന്ദ്രമോദിക്ക് തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ വോട്ട് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അവിടെ ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇല്ല. ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു മുഖമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരു നേതാവും ഇല്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഉത്തരേന്ത്യക്കാർക്ക് മുഴുവൻ അറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു പൊട്ടനാണെന്നുള്ളതിൽ ഒരു തർക്കമില്ല. +2 വിദ്യാർത്ഥിയുടെ മനസ്സ് മാത്രമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളെ സംബന്ധിച്ചോ ജനങ്ങളുടെ മനസ്സിനെ സംബന്ധിച്ചോ ഈ രാഷ്ട്രത്തിന്റെ സംസ്കൃതിയെ സംബന്ധിച്ചോ തന്നെ യാതൊരുവിധ ഒരു അഭിപ്രായവും ഇല്ല അദ്ദേഹത്തിന്. അതിനെപ്പറ്റി ഒരു ഗ്രാഹ്യവുമില്ല. ഈ വ്യക്തിയെ എങ്ങനെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാണിക്കുക? അത് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് തന്നെയാണ് ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും എല്ലാം ജനങ്ങൾ വലിയ രീതിയിൽ ചിന്തിക്കുന്നത്. ആർക്കാണ്, മോദിക്കല്ലാതെ ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഇവിടെ ആരാണ് മോദിക്ക് ബദലായി നിൽക്കുന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവ് ആരാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ സ്വയം ചിന്തിക്കുമ്പോൾ അവർക്കറിയാം, ഇവിടെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പുരോഗതി വലിയ തരത്തിൽ പുറകിലേക്ക് പോകും. ഒരു 5 വർഷം കൂടി നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്താണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ മുഴുവനുമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുക. 5 വർഷത്തിന് ശേഷം അടുത്ത 5 വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങളുടെ നേട്ടങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ 2029 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതുപോലെയുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഈ സാഹചര്യങ്ങളെയാണ് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂർ പറഞ്ഞും അതുപോലെ തന്നെ ഹരിയാനയിലെ നൂഹിൽ നടന്ന കലാപവും ഇതുപോലെയുള്ള പല വർഗീയമായിട്ടുള്ള വിഷയങ്ങൾ വർഗീയപരമായിട്ട് ചിത്രീകരിക്കുന്നു. എന്നിട്ട് അവസാനം ഇതിനെ BJP എതിർക്കുന്ന സമയത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് ഇന്ത്യ സഖ്യം വെക്കുന്നത് BJP ഒരു വർഗീയ പാർട്ടിയാണെന്നും നരേന്ദ്രമോദി ഒരു ഫാസിസ്റ്റ് ആണെന്നുള്ള രീതിയിലേക്കാണ്. അപ്പോ ഉത്തരേന്ത്യക്കാരുടെ മനസ്സറിയാത്ത, ഉത്തരേന്ത്യൻ ജനതയുടെ വിചാരങ്ങൾ അറിയാത്ത, ഇവിടുത്തെ ഭാരതത്തിന്റെ സംസ്കൃതി എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെയുള്ള കുറെ പൊട്ടന്മാരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എന്നുള്ളത് യാതൊരു തർക്കമില്ല. വടക്കോട്ട് നോക്കേണ്ടത് തെക്കിരുന്നു കൊണ്ടല്ല, അത് വടക്ക് തന്നെ പോയി നോക്കണം എന്നുള്ള മാധ്യമ സമൂഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ എന്തെങ്കിലും ഒരു ധാർമ്മികത ഇവിടെയുള്ള നികേഷ് കുമാർ അടക്കമുള്ള, അരുൺകുമാർ അടക്കമുള്ള, അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കാട് അടക്കമുള്ള, വിനു വി ജോൺ അടക്കമുള്ള പല പ്രമുഖ മാധ്യമ പ്രവർത്തകരും ഇത് അല്പമെങ്കിലും മനസ്സിലാക്കണമെന്ന് മാത്രമേ ഈ ഒരു സമയത്ത് പറയാനുള്ളൂ എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് മാത്യു സാമുവൽ സാർ ജനങ്ങളുടെ മുന്നിലേക്ക് അദ്ദേഹം ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്.